ഹലോ ഫ്രണ്ട്സ്. എൻ്റെ ചാനലിൽ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു, നാട്ടിലില്ലായിരുന്നു. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെമ്മീൻ ചൂരക്കറിയാണ്. അപ്പം അമ്മയാണ് ഇതെല്ലാം റെഡിയാക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഓക്കെ. നെമ്മീൻ ചൂരയാണ് നമ്മൾ കണ്ട. ഇച്ചിരി നെമ്മീൻ ചൂര കിട്ടി, ഒത്തിരി നാൾ കൂടിയാണ് കിട്ടിയത്. അത് കറി വെക്കാനായിട്ട് തന്നെ വെട്ടുവാണ്. നെമ്മീൻ ചൂര വെട്ടി ഉപയോഗിച്ച് നെമ്മീൻ ചൂരക്കറി നല്ല ടേസ്റ്റാണ്. നെമ്മീൻ ചൂര വലിയ ചൂരകളൊക്കെ ഇപ്പോൾ ഇത് ഇടത്തരം ചൂരയാണ് നെമ്മീൻ ചൂര. മകനും മകൻ്റെ കുഞ്ഞിനും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കുമായിട്ട് കൊടുക്കാനുള്ള മീൻ വെട്ടുകയാണ്. ചെറുതായതുകൊണ്ട് ഇതിൻ്റെ തല അത്ര പോരാ. അത് എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വറക്കാനും. ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മീനെല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം വെച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ചേർക്കാനുള്ള ഓരോ സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഓരോ ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ. ഇത് കുറച്ച് ഇതിൽ നിന്ന് അവർക്കൊക്കെ വറക്കണമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് 2-3 മീനും ഇച്ചിരി ഇവിടെ ഇരുന്നതും എല്ലാം കൂടെ വറക്കാനും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ട കറി വയ്ക്കാനായിട്ട് ആദ്യം നെമ്മീൻ ചൂര ആയതുകൊണ്ട് തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പോഴത്തേക്ക് ഇച്ചിരി മുളക് പൊടി, ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുകയാണ്. വറക്കുന്നതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മുളക് പൊടി ഇടുകയാണ്. കുറച്ച് മുളക് പൊടി, ഏകദേശം 1 സ്പൂൺ. മല്ലിപ്പൊടിയും തോനെയൊന്നും ഇടണ്ട. ഇത് നല്ല മീനായതുകൊണ്ടേ കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ വേണമെങ്കിൽ മാത്രം തോനെ ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഇട്ടു. ഉലുവാപ്പൊടി ഇടണം. ഉലുവാപ്പൊടി മസ്റ്റാണ്. നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന എല്ലാ മീൻകറിക്കും ഉലുവാപ്പൊടി മസ്റ്റാണ്. ഒരു കുറച്ച് ഇതാണ്ട് ഇത്രയും ഉലുവാപ്പൊടി. പിന്നെ വറക്കുന്നതിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. മുളക് പൊടി കണ്ട വറക്കുന്നതിന് ഇതിൻ്റെ കൂടെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുകയാണ്. വറക്കാൻ കുഞ്ഞിനൊക്കെ വറുത്ത് കൊടുക്കണമെന്ന്. ഉപ്പിടുകയാണ്. ഏകദേശം നമുക്ക് ആവശ്യമുള്ള ഉപ്പ്. വറക്കുന്നതിന് ഉപ്പിടുക. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കുറേ നാളായി നമ്മൾ ചെയ്തിട്ട്. ഒരു സവോളയുടെ പകുതി ഇത് തേങ്ങ അരച്ച് വയ്ക്കുന്നുണ്ട്. അതും അതിൻ്റെ കൂടെ 2-3 പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടാം, അത് അവരവരുടെ ഇഷ്ടം പോലെ. അതിൻ്റെ കൂടെ ഇടുവാണ്. തക്കാളി, ഒരു തക്കാളി, നല്ലൊരു തക്കാളി ഇതിൻ്റെ കൂടെ ഇടുവാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് മതി. തേങ്ങ അരയ്ക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും വിചാരിക്കരുത്. ഇച്ചിരി. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുരിങ്ങയ്ക്കയും കൂടെ കീറി ഇടുവാണ്. ഒരു മുരിങ്ങയ്ക്കയും കൂടെ. പിന്നെ മുരിങ്ങയ്ക്ക ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒരു പ്രയാസം കൊണ്ട് പറയുമ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. പകുതി പിന്നെ സവോള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുരിങ്ങയ്ക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇടാം, പക്ഷെ നമ്മൾ ഇട്ടില്ല. ബാക്കിയെല്ലാം
മുളക് പൊടിയും മല്ലി കുറച്ച് മതി, വളരെ കുറച്ച് മതി. ബാക്കിയെല്ലാം ആവശ്യത്തിന് ഇപ്പം ചേർത്തിട്ടുണ്ട്. ഇതാണ്ട് ഇനിയിപ്പം നല്ല മീനല്ലേ ഇത്, ചെമ്മീൻ ചൂര നല്ല മീനാണ്, എങ്ങനെ വെച്ചാലും നല്ല മീനാണ്. ഒരു രണ്ടല്ലി പിന്നെ വടക്കമ്പുളി ഇടുകയാണ്. 2 അല്ലി വടക്കമ്പുളി അവരവരുടെ പുളിക്കനുസരിച്ചിടാം. അതിനകത്ത് വെള്ളവും അതിനകത്ത് ഒഴിച്ച് 2 അല്ലി വടക്കമ്പുളി. വടക്കമ്പുളി വേണ്ടാത്തവർക്ക് മറ്റേ പിഴിപുളി പിഴിഞ്ഞൊഴിക്കാം, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുടയാതെ ഇളക്കി. മുരിങ്ങയ്ക്ക ഇടുന്നത് ഏറ്റവും നല്ല രുചിയാണിത്. രണ്ടൊന്ന് കറിവേപ്പില ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ദാരിദ്ര്യമില്ലാതെ ഇടുവാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അരച്ച് വെച്ച് 2 ചെറിയ ഉള്ളിയും പിന്നെ അരമുറി തേങ്ങ മതി. ഇത് ഒരുപാട് കുറച്ചേ ഉള്ളല്ലോ, ഇത് അരമുറി തേങ്ങ ഇട്ടിട്ടുള്ളൂ. 2-3 പേർക്ക് മതിയല്ലോ. അപ്പം തോനെ വേണമെങ്കിൽ തോനെ ഇടാം, അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് തേങ്ങ അരയ്ക്കാം. ഇത് നല്ല വൃത്തിയായിട്ട് 2-3 ചെറിയ ഉള്ളിയുമായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് അതിലൊഴിക്കും, തേങ്ങ ഒഴിക്കും, അത് കാണിക്കും. മീൻകറി ഒരുവിധം തിളച്ച് വരുന്നു. ഇനി 2-3 ചുമന്നുള്ളിയും തേങ്ങയും കൂടെ അരച്ചത് ഇങ്ങോട്ട് ഒഴിക്കുവാണ്. ഇങ്ങോട്ട് ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ വയ്ക്കുക. അതവിടെ ഇരുന്ന് നല്ല വൃത്തിയായിട്ട് തിളച്ചൊക്കെ വരുമ്പോൾ ഉപ്പൊക്കെ നോക്കി ഇന്ന് മീൻകറിയും മീൻ വറുത്തതും ഒക്കെയാണ്. ഇന്നലെയൊക്കെ യാത്രയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് രാവിലെ അത് വറക്കാനും കൂടെ അതിൽ നിന്ന് 2-3 എടുത്തു. എണ്ണ ഒഴിച്ചു, ചെറുതായിട്ട് ചൂടായി. തീരെ മീൻ ഉൾപ്പെടെ അതിൽ നിന്നുണ്ടായിരുന്നു ഇന്നലെ മേടിച്ചത്. വറക്കുവാണേ, കാനായിട്ട് എടുക്കുവാണേ. മോൻ്റെ കുഞ്ഞുണ്ട്, അതിനെ കൊടുക്കാനും എല്ലായിട്ട്. അതെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് മീൻകറി. ചുമന്ന കളർ വരുന്നുണ്ട്, പിന്നെ ഒരു മഞ്ഞ കളറും ഒക്കെ ആയിട്ട്. പച്ച തേങ്ങ വെച്ച് അരയ്ക്കുമ്പോൾ മുരിങ്ങയ്ക്കയുടെയൊക്കെ മണം. ഇനി ഇറക്കാറാകുമ്പം വെളിച്ചെണ്ണ ഒഴിക്കണം. ഒന്നും കൂടെ ഒന്ന് തിളച്ച് ഉപയോഗിക്കണം. ഉപ്പ് ശകലം ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒരുവിധം എല്ലാം വറുത്ത മീൻ ഒരുവിധം റെഡിയായി വരുന്നു. നല്ല പച്ച മീനാണ് കിട്ടിയത്. നമ്മളതൊന്ന് മറിച്ചിടുവാണ്. മറിച്ചിടാനായിട്ട് ശ്രമിക്കുന്നു. ഒന്നും കൂടെ ഒന്ന്
ശരിയാണ്, കുറച്ച് മറിച്ചിടാനൊക്കെ ശ്രമിക്കുവാണ്. കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് കുഞ്ഞിനൊക്കെ കൊടുക്കേണ്ടതല്ലേ. ഏകദേശം കറിയായി വരുന്നു. നല്ലതായിട്ട് തിളക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടയാത്ത തുണിയെടുത്ത് ഉടയാത്ത രീതിയിൽ ചട്ടിയിൽ ഇങ്ങനെ ഒന്ന് കുറുക്കി പിടിച്ച് ഒന്ന് കുലുക്കി കൊടുക്കുന്നു. ഇനി ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പിലയാണ് ഇതിൻ്റെ എല്ലാം നല്ല രുചി കിട്ടും. മണവും നല്ല ഗുണവും മണവും എല്ലാം വരും. പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് ഇനി തിളപ്പിക്കാതെ ഓഫ് ചെയ്യുകയാണ്. പയ്യെ ഇറക്കി വെച്ചു. ആ കളറും ആ മണവും ആവി വരുന്നതെല്ലാം കണ്ട ഉപ്പും എല്ലാം കറക്റ്റായിട്ട് ഇതാ ആ മുരിങ്ങിക്കയുടെ ആ മണവും എല്ലാം ഇറക്കി ഒരു വശം മതിയായി തിരിച്ചിടുകയാണ്. രണ്ട് നെട്ടൂരിയും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ വന്നത്. ഇപ്പം നമ്മുടെ നെമ്മീൻ ചൂരക്കറി റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്ക് ഇത് നല്ല ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇതിനകത്ത് എന്തെങ്കിലും പറഞ്ഞതിലോ അത് കുറേ ദിവസം കൂടി ഇപ്പോൾ എടുത്തതാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഏറ്റവും കൂടെ നല്ല രീതിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. തികച്ച് ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുക. ഇനിയും നല്ല വെറൈറ്റി കറികളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ.